ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മളൊരു ആൻഡ്രോയിഡ് വിർച്വൽ മെഷീനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ആൻഡ്രോയിഡ് വിർച്വൽ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഫോണിൽ കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് വിർച്വൽ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. ലൈക്ക് നമുക്ക് നമ്മളെ ഫോൺ റൂട്ട് ചെയ്യാണ്ട് നമുക്ക് റൂട്ടഡ് ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ നമുക്ക് റൺ ചെയ്യാൻ കഴിയും. അതേപോലെ നമുക്ക് എക്സ്പോസ്ഡ് ഫ്രെയിം വർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് ഏതെങ്കിലും ഗെയിംസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷൻസിന് വേണ്ടി നമുക്ക് മോഡ് ചെയ്യാൻ കഴിയും. ഗെയിംസിൽ നമുക്ക് വേണ്ടി ഹാക്ക് ചെയ്യാം അല്ലെങ്കിൽ മോഡലും ചെയ്യാൻ കഴിയും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോണിൽ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ ഈ ഒരു വിർച്വൽ മെഷീൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, പിന്നെ ഈ ഒരു വിർച്വൽ മെഷീൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാം, പിന്നെ ഈ ഒരു വിർച്വൽ മെഷീനിൽ നമ്മുടെ ഫോണിൽ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കിട്ടുന്നത്, ആ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. വെൽക്കം ബാക്ക് ടു മിസ്റ്റർ മൈ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഗൈസ്, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെർച്വൽ മെഷീൻ നമ്മളെ ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു ലിങ്ക് നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ആ ഒരു പേജിലേക്ക് ഡയറക്റ്റായിട്ട് റീഡയറക്റ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. നിങ്ങൾ ആ ഒരു പേജ് കയറിയതിനു ശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. പക്ഷേ ആ ഒരു പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ആ ഒരു ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ആ ഒരു ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. അങ്ങനെ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ചോദിക്കും. അത് നിങ്ങൾ ഡയറക്റ്റായിട്ട് അഗ്രി കൊടുക്കുക. അങ്ങനെ അഗ്രി കൊടുത്തതിന് ശേഷം നിങ്ങളോട് കുറച്ച് പെർമിഷൻ ചോദിക്കും. ആ ഒരു പെർമിഷൻ നിങ്ങൾ ഡയറക്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കുക. അങ്ങനെ പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു വെർച്വൽ മെഷീൻ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഓപ്പൺ ആകുന്ന സമയത്ത് ഇനീഷ്യലൈസിംഗ് VM എന്ന് പറഞ്ഞൊരു ടൈം കണക്കുന്നതായിരിക്കും. ഏകദേശം ഒരു മിനിറ്റിൻ്റെ ഉള്ളിലെല്ലാം ഡയറക്റ്റായിട്ട് ഈ ഒരു വെർച്വൽ മെഷീൻ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വെർച്വൽ മെഷീൻ ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ വെർച്വൽ മെഷീൻ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസിലേക്കാണ് വരുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ വേർഷൻ ഏതാ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൽ നമുക്ക് ആ ഒരു വെർച്വൽ മെഷീൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് അബൌട്ട് ഫോൺ നോക്കുന്നത് നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 7.1.2 അതാണ് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ വേർഷൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു വെർച്വൽ മെഷീൻ റൺ ചെയ്യുന്നത് ആൻഡ്രോയിഡ് 7 നൗകട്ട് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ഈ ഒരു വെർച്വൽ മെഷീൻ റൺ ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ നമ്മളെ ഒരു VMOS എന്ന് പറഞ്ഞ ഒരു വെർച്വൽ മെഷീൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് 5 റൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു വെർച്വൽ മെഷീൻ ആൻഡ്രോയിഡ് 7 റൺ ചെയ്യുന്ന വെർച്വൽ മെഷീനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വെർച്വൽ മെഷീൻ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് 7 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വെർച്വൽ മെഷീൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് GApps എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. GApps എന്ന് പറഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. ഈ ഒരു വെർച്വൽ മെഷീനുള്ള നമുക്ക് ഗൂഗിൾ ആപ്ലിക്കേഷൻ, നമുക്ക് പ്ലേ സ്റ്റോർ, ക്രോം, അതേപോലത്തെ എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീനുള്ള നമുക്ക് റൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് ഫസ്റ്റ് നമുക്ക് പ്ലേ സ്റ്റോർ നമ്മൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമ്മളോട് ഫസ്റ്റ് തന്നെ സൈൻ ചെയ്യാൻ ചോദിക്കും. ആ ഒരു സൈൻ ചെയ്യുന്ന ഭാഗത്ത് നിങ്ങളെ Gmail അഡ്രസ്സും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ഒരു വെർച്വൽ മെഷീനുള്ളിൽ സൈൻ ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ സൈൻ ചെയ്ത് വെക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷൻസ് ഗെയിംസ് എന്തുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിനുള്ളിൽ നിന്ന് ഈ ഒരു വെർച്വൽ മെഷീനിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീനുള്ളിൽ നമുക്ക് റൂട്ടഡ് ആപ്ലിക്കേഷൻ നമുക്ക് റൺ ചെയ്യാൻ കഴിയും. നമ്മളിപ്പോൾ നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഉള്ളിൽ ഈ ഒരു വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീനുള്ളിൽ നമുക്ക് റൂട്ടഡ് ആപ്ലിക്കേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് റൺ ചെയ്യാൻ കഴിയും. അതിനായിട്ട് നമ്മൾ ഈ ഒരു വെർച്വൽ മെഷീൻ മാനുവലായിട്ട് പോയിട്ട് നമ്മൾ റൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റൂട്ടഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു റൂട്ടിൻ്റെ സെറ്റിംഗ്സ് കാണിക്കാൻ നിങ്ങൾ ഈ ഒരു വെർച്വൽ മെഷീൻ്റെ ഹോം പേജിലുള്ള ആ ഒരു സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് അത് റൂട്ട് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു റൂട്ട് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഈ ഒരു വെർച്വൽ മെഷീൻ്റെ റൂട്ട് പെർമിഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് റൂട്ട് പെർമിഷൻ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു റൂട്ട് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൻ്റെ റൂട്ട് പെർമിഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വെർച്വൽ മെഷീൻ റൂട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ആ ഒരു റൂട്ട് ചെക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു റൂട്ട് ചെക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡയറക്റ്റായിട്ട് നമ്മൾ ഓപ്പൺ ആക്കുന്നെങ്കിൽ അതിൽ നമ്മൾ ആ ഒരു വെരിഫൈ റൂട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളെ ഫോൺ റൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. നമ്മൾ ഈ ഒരു ഡിവൈസ് ഈ ഒരു വെർച്വൽ മെഷീൻ ഓൾറെഡി റൂട്ടഡ് ആണെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീനിൽ നമുക്ക് റൂട്ട് പെർമിഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു സൂപ്പർ യൂസറിൻ്റെ പെർമിഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെർച്വൽ മെഷീനിലുള്ള നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് എക്സ്പോസ്ഡ് ഫ്രെയിം വർക്കാണ്. നമുക്ക് ഈ ഒരു വെർച്വൽ മെഷീനുള്ള നമുക്ക് എക്സ്പോസ്ഡ് ഫ്രെയിം വർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്പോസ്ഡ് ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ നമുക്ക് പലതരം മോഡിങ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഫോണിൽ കിട്ടാത്ത കുറേയധികം മോഡിങ് ഓപ്ഷൻസ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ നമുക്ക് ഈ ഒരു എക്സ്പോസ്ഡ് ഫ്രെയിം വർക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മൊഡ്യൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതാണ് നമ്മൾ ആ ഒരു എക്സ്പോസ്ഡ് ഫ്രെയിം വർക്കിൻ്റെ ഫീച്ചർ എന്ന് പറയുന്നത്. ആ ഒരു എക്സ്പോസ്ഡ് ഫ്രെയിം വർക്കിൻ്റെ
ഫീച്ചർ നമുക്ക് ഇനബിൾ ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു വിർച്വൽ മെഷീൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കിയ ശേഷം അതിൽ നമുക്ക് ഇനബിൾ എക്സ്പോസ്ഡ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നമ്മൾ ഇനബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വിർച്വൽ മെഷീനെ റീസ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സ്പോസ്ഡ് ഫ്രെയിംവർക്കിന്റെ ഓപ്ഷൻ നമ്മൾ ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് ഇനബിൾ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു സെറ്റിംഗ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു വിർച്വൽ മെഷീനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് ആ ഒരു എക്സ്പോസ്ഡ് ഫ്രെയിംവർക്കിന്റെ ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ഇനബിൾ ആയിട്ട് വരുന്നതായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് എക്സ്പോസ്ഡ് ഫ്രെയിംവർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് പലതരം മോഡിങ്സും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് പല ആപ്ലിക്കേഷൻസിന്റെ മോഡും കാര്യങ്ങളും നമുക്ക് ഈ ഒരു എക്സ്പോസ്ഡ് ഫ്രെയിംവർക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ ഉപയോഗിച്ച് നമ്മളെ നോർമൽ ഫോണിന്റെ റിഫ്രഷ് റേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. നമുക്കിപ്പോൾ നമ്മളെ നോർമൽ ഫോണിൽ നമുക്കിപ്പോൾ 60 FPS ആണ് റിഫ്രഷ് റേറ്റ് ഉള്ളതെങ്കിൽ നമുക്കിപ്പം ഗെയിംസിലും കളിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തതിനു വെച്ചാൽ നമുക്ക് ഈ ഒരു റിഫ്രഷ് റേറ്റ് ഏകദേശം 120 FPS വരെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ കഴിയും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിലുള്ള ഗെയിമുകൾക്ക് നമുക്ക് അത്യാവശ്യം ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. നമ്മൾ നോർമൽ ഫോണിനെക്കാട്ടിയും കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ആ ഒരു റിഫ്രഷ് റേറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതിനായിട്ട് നമ്മൾ ആ ഒരു സെറ്റിംഗ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആ ഒരു റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര FPS ആണ് വേണ്ടത് ആ ഒരു FPS നിങ്ങൾ ഡയറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് ആ ഒരു FPS നമ്മളെ നോർമൽ ഫോണിനെക്കാട്ടിയും FPS കൂട്ടിയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ആ ഒരു റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ഈ ഒരു വിർച്വൽ മെഷീനിലുള്ള വേറൊരു ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് PIP മോഡിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. നമുക്ക് പിക്ചർ ഇൻ പിക്ചർ മോഡിൽ ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് റൺ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഈ ഒരു വിർച്വൽ മെഷീൻ നമ്മുടെ നോർമൽ ഫോണിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യേണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഒരു നമുക്ക് നമ്മുടെ ഫോണിന്റെ നാവിഗേഷൻ ബാർ ഓപ്പൺ ആക്കിയതിനു ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് നമ്മുടെ നോർമൽ ഫോണിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മളെ നോർമൽ ഫോൺ ഉപയോഗിക്കുന്ന അതേ ടൈമിൽ തന്നെ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതാണ് നമ്മൾ ആ ഒരു പിക്ചർ ഇൻ പിക്ചർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീന്റെ നാവിഗേഷൻ ബാർ വരുന്നത് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ്. നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീന്റെ സൈഡിലൊരു ഫ്ലോട്ടിംഗ് ലൈൻ പോലെ ഉണ്ടാവും. അത് നിങ്ങളൊന്ന് സ്വൈപ്പ് ചെയ്യുന്ന അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിന്റെ നാവിഗേഷൻ ബാർ ഡയറക്റ്റായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അത് വെച്ച് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിലുള്ള നമുക്ക് ഹോം പേജ് അല്ലെങ്കിൽ നമുക്ക് റീസെന്റ് കീ അതേപോലെ ബാക്ക് കീ അതെല്ലാം നമുക്ക് വരുന്ന ആ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ആ ഒരു ലൈന് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ഈ ഒരു വിർച്വൽ മെഷീന്റെ നാവിഗേഷൻ ബാർ വരുന്നത്. അപ്പോൾ ഈ ഒരു വിർച്വൽ മെഷീനിൽ വരുന്ന വേറൊരു ഓപ്ഷനാണ് ആ ഒരു ആഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ആ ഒരു ആഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നതാൽ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് നമുക്ക് നമ്മുടെ നോർമൽ ഫോണിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ നോർമൽ ഫോണിലുള്ള ആപ്ലിക്കേഷൻസും ഗെയിംസും നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമ്മുടെ ഒറിജിനൽ ഫോണിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗെയിംസും ആപ്ലിക്കേഷനും നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആ ഒരു ആഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. പിന്നെ ആ ഒരു ആഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് കുറേ പ്ലഗിൻസ് കിട്ടുന്നുണ്ട്. ആ ഒരു പ്ലഗിൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിൽ നമുക്ക് കുറേ പ്ലഗിൻസ് കിട്ടുന്നുണ്ട്. നമുക്ക് ആ ഒരു പ്ലഗിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിൽ പലതരം മോഡിഫിക്കേഷൻ നമ്മളെ ആൻഡ്രോയിഡ് ഫോൺ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ ഫോൺ റൂട്ട് ചെയ്യാൻ തന്നെ പലതരം മോഡിഫിക്കേഷൻ നമുക്ക് ആ ഒരു പ്ലഗിൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിർച്വൽ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗെയിംസും ആപ്ലിക്കേഷനും നമുക്ക് ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു പ്ലഗിൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ആ ഒരു ഗെയിം ഗാർഡിയൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു ഗെയിം ഗാർഡിയൻ എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് ഡയറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു ഗെയിം ഗാർഡിയൻ ഉപയോഗിച്ചിട്ട് നമുക്കിപ്പോൾ ഈ ഒരു വിർച്വൽ മെഷീനിലേക്ക് ഏതെങ്കിലും ഗെയിംസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അത് നമുക്ക് വേണ്ടിക്കാൻ മോഡ് ചെയ്യാം. പിന്നെ ആ ഒരു ഗെയിംസിൽ നമുക്ക് ഹാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നോർമലി ഈ ഒരു ഗെയിം ഗാർഡിയനിലും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു റൂട്ടഡ് ഫോൺസിലാണ്. പക്ഷേ ഈ ഒരു വിർച്വൽ മെഷീൻ ഓൾറെഡി റൂട്ടഡ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒറിജിനൽ ഫോൺ റൂട്ട് ചെയ്യാണ്ട് നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ്റെ ഉള്ളിൽ നമുക്ക് ഗെയിംസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ഗെയിംസ് വേണ്ടി നമുക്ക് മോഡും അല്ലെങ്കിൽ ഹാക്കും ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഗെയിംസും ആപ്ലിക്കേഷനിലുള്ള ഹാക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ യൂട്യൂബ് തന്നെ എടുത്ത് റിമൂവ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ഗാർഡിയൻ ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് റൺ ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് ആ ഒരു ആഡ് ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ആ ഒരു വിർച്വൽ മെഷീനിൽ മുകളിലായിട്ട് നമുക്കൊരു പവർ ഓഫ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ആ ഒരു ബട്ടൺ നിങ്ങൾ ഡയറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ ഒരു വിർച്വൽ മെഷീൻ ഡയറക്റ്റ് ഓഫ് ആകുന്നതായിരിക്കും. നമുക്ക് അതിലൊരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും. അത് നിങ്ങൾ ഓക്കെ കൊടുക്കുന്ന നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങളെ ഈ ഒരു വിർച്വൽ മെഷീൻ ഡയറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നോർമൽ ഫോണിലേക്ക് ഡയറക്റ്റായിട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. പിന്നെ ഈ ഒരു വിർച്വൽ മെഷീൻ നമുക്ക് വേണ്ടി ടെസ്റ്റിംഗ് ഡിവൈസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസും ഗെയിംസും നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ നോർമൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഗെയിംസും ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളിപ്പോൾ യൂട്യൂബേഴ്സിലാണെങ്കിൽ ആ ഒരു യൂട്യൂബേഴ്സ് നമുക്കിപ്പോൾ ഏതെങ്കിലും പ്രൊമോഷൻ്റെ ആപ്ലിക്കേഷനിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു വിർച്വൽ മെഷീനിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ നോർമൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ആ ഒരു രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്ന നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ ആ ഒരു ചാനൽ ഹാക്കായി പോകുന്ന അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് നമ്മുടെ ഫോണിൽ നമുക്ക് ഉണ്ടാവില്ല. അതാണ് ഈ ഒരു വിർച്വൽ മെഷീൻ ഉപയോഗിക്കുന്നതിനെ കൊണ്ടുള്ള വേറൊരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റിംഗ് ഡിവൈസ് ആയിട്ട് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു വിർച്വൽ മെഷീൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിർച്വൽ മെഷീൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം ഒരു 2 GB
റാം അല്ലെങ്കിൽ 4GB റാമിലുള്ള ഫോണിൽ അത്യാവശ്യം സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്യാൻ കഴിയുന്ന ഒരു വെർച്വൽ മെഷീനാണ് ഈ ഒരു F1VM എന്ന് പറയുന്ന വെർച്വൽ മെഷീൻ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ആ ഒരു വെർച്വൽ മെഷീനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലുള്ള വെറൈറ്റി ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.